ഇത് തിരൂർ താലൂക്ക് ആശുപത്രി. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പാവം മനുഷ്യനെ നാവുകൊണ്ട് ആക്രമിക്കുന്നു. എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. മലപ്പുറം അണ്ടിമുക്ക് ശാഖയിൽ നിന്നും ദണ്ഡപ്രയോഗം കഴിഞ്ഞ് കട്ടൻ ചായക്ക് പകരം ചാണകവെള്ളം കലക്കി കുടിച്ചുകൊണ്ട് നേരെ തിരൂര് താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു വരവാണ് ഒരു കൂട്ടം ചേർന്ന്. ആശുപത്രി ജീവനക്കാരനായ ഈ പാവം മനുഷ്യനെ ചാണക നിറത്തിലുള്ള ഈ സംഖ്യ ഒന്ന് മിരട്ടുവാൻ നോക്കിയതാ. എന്താണ് സംഖ്യകളുടെ ആവശ്യം എന്ന് നമുക്ക് നോക്കാം. തിരൂര് താലൂക്ക് ആശുപത്രിയുടെ ദീർഘനാളത്തെ പ്രയത്നമാണ് ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ ആവശ്യമുണ്ട് എന്നത്. അതിനുവേണ്ടി ഇവർ വല്ലവിധേനയും ഫണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സ്വരൂപിച്ചു. അതിൽ നിന്നൊരു പങ്ക് കേന്ദ്രത്തിൽ നിന്നും കിട്ടി. അതുകൊണ്ട് ഈ സംഖ്യകൾ കൂട്ടത്തോടെ വന്ന് പറയുകയാണ്, നിങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഫോട്ടോ ഈ പ്ലാന്റിൽ ഒട്ടിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ചോദിക്കുന്നുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് മാത്രമാണോ ഇവിടെ ഫണ്ട് കിട്ടിയിരിക്കുന്നത്? അല്ല എന്ന് സംഘി തീർത്തും പറയുന്നുണ്ട്. കേന്ദ്രം സ്വന്തമായി ഫണ്ട് കൊടുത്തുകൊണ്ട് ഈ ആശുപത്രിയുടെ ആവശ്യം നിറവേറ്റിയെങ്കിൽ തീർച്ചയായും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വേറെ എത്ര മന്ത്രിമാരുണ്ടോ അവരുടെ എല്ലാ ഫോട്ടോയും ഇവിടെ വെക്കാം. ഇത് ന്യായം. പക്ഷേ ഈ സംഘിക്കുട്ടൻ ഇവിടെ കിടന്ന് ആക്രോശിക്കുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. പാലക്കാട് മേലാമുറിയിൽ വലിയ കുലയുടെ അധിപനായ പ്രശാന്ത് ശിവൻ്റെ ആക്രോശം അങ്ങ് കേന്ദ്രത്തിലെ കൊണാണ്ടർമാർ കണ്ടപ്പോൾ ഇപ്രാവശ്യം പാലക്കാടിലെ ഒരു സീറ്റ് പ്രശാന്ത് ശിവൻ മാറ്റിവെച്ചു. അതുപോലെ ഇവൻ്റെ ആക്രോശം അങ്ങ് കേന്ദ്രത്തിലെ കൊണാണ്ടർമാർ കണ്ടാൽ ഇവനൊരു സീറ്റ് സുനിശ്ചിതമാണ്. ഈ സംഘിക്കുട്ടൻ്റെ ആക്രോശവും ആ ഓഫീസറുടെ പ്രതികരണവും നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾക്ക് എന്താ പ്രധാനമന്ത്രിയുടെ ദേശീയ ആരോഗ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇത് ഞാൻ പറഞ്ഞോ, ഞാൻ അങ്ങനെ പറഞ്ഞോ നിങ്ങൾ എങ്ങനെ ചിത്രീകരിക്കുന്നു? ഞാൻ സാറിനോട് അങ്ങനെ പറഞ്ഞോ, NHM ഫണ്ട് പ്രധാനമന്ത്രിയുടെ ഫണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പൂർണ്ണമായിട്ടും അതിന് ദേശീയ തലത്തിലുള്ള ഫണ്ടിന്റെ മെജോറിറ്റി ഫണ്ട് ദേശീയ തലത്തിലുണ്ട്, അതേ പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് അല്ലേ? അപ്പൊ പിന്നെ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തുമ്പോ ആ ഭരണകൂടത്തിന്റെ തലവന്റെ ഫോട്ടോ വെക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? നിങ്ങൾ MLA വെച്ചോളൂ, നിങ്ങൾ കേക്ക്, ഞാൻ പറഞ്ഞത് കേക്ക്, എന്നിട്ടല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധി പഞ്ചായത്ത് മെമ്പറെ വെച്ചോളൂ, മുനിസിപ്പൽ ചെയർമാനെ വെച്ചോളൂ, MLA വെച്ചോളൂ, MP വെച്ചോളൂ, മുഖ്യമന്ത്രിനെ വെച്ചോളൂ. എന്താ പ്രധാനമന്ത്രിനെ കൂടി വെച്ചാൽ നിങ്ങൾ ഇവിടുത്തെ തദ്ദേശ ഫണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. തദ്ദേശ ഫണ്ടുകൾ ഉപയോഗപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.